തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി. ശിക്ഷ റദ്ദാക്കണമെന്ന ഹർജി തള്ളി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ആന്റണി രാജുവിന്റെ അപ്പീൽ തള്ളിയത്. VS അനുവിന്റെ വിശദാംശങ്ങളുമായി. അനു, അപ്പോൾ ആന്റണി അയോഗ്യനായി തുടരും. തൊണ്ടിമുതൽ കേസ് തിരുവനന്തപുരം നടത്തിയ കേസിൽ ആന്റണി രാജുവിനെ 3 വർഷം തടവിന് ശിക്ഷിച്ച നേരത്തെ നെടുമങ്ങാട് കോടതി വിധി അത് റദ്ദാക്കണമെന്ന ഹർജിയാണ് ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത്. ഇതോടുകൂടി ആന്റണി രാജുവിന് 3 വർഷത്തെ ശിക്ഷ വിധിച്ച വിധി നിലനിൽക്കും. മാത്രമല്ല 3 വർഷത്തെ ശിക്ഷ എന്ന് പറയുമ്പോൾ 6 വർഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുള്ള വിലക്ക് ആന്റണി രാജുവിനും തുടരുകയും ചെയ്യും. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് മത്സരിക്കാനാകില്ല എന്ന വലിയ ഒരു പ്രതിസന്ധി കൂടി ആന്റണി രാജുവിന് ഉണ്ടായിരിക്കുന്നു. നേരത്തെ ഈ തൊണ്ടിമുതൽ കേസിൽ അദ്ദേഹത്തിന്റെ ശിക്ഷ അദ്ദേഹം കുറ്റക്കാരനാണെന്നും ശിക്ഷ നൽകിയ വിധി നേരത്തെ കോടതി മരവിപ്പിച്ചിരുന്നു. അത് ഹർജി കോടതിയുടെ ഫയൽ, അതായത് റദ്ദാക്കണമെന്ന ഹർജി ഫയലിൽ സ്വീകരിച്ചപ്പോഴാണ് ഇത് മരവിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ആ ഹർജി തള്ളിയതോടുകൂടി ആന്റണി രാജു അയോഗ്യനും വീണ്ടും അദ്ദേഹം കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ കുറ്റം ശിക്ഷ ഇപ്പോൾ നിലനിൽക്കും. അതായത് ആന്റണി രാജുവിന് അടുത്ത 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നുള്ള വിലക്ക് നിലനിൽക്കുകയും ചെയ്യും. അനു, ഇതിൽ ഇനി നിയമപരമായ സാധ്യതകൾ ആന്റണി രാജുവിന്റെ മുമ്പിൽ എന്തെങ്കിലും ഇനി അവശേഷിക്കുന്നുണ്ടോ? മേൽക്കോടതികളെ അടക്കം സമീപിക്കാനുള്ള സാധ്യതകൾ, അത്തരം നിയമപരമായ സാധ്യതകൾ എന്തെങ്കിലും? യും ആന്റണി രാജുവിന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. പക്ഷേ അവിടെയും ഈ പറയുന്ന ആ സമയം ഒക്കെയും പെട്ടെന്നൊരു വിധി ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ അത് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആന്റണി രാജുവിനുള്ള വിലക്ക് തുടരും. അതായത് അദ്ദേഹത്തിന് കുറ്റക്കാരനാണെന്നും 3 വർഷം കണ്ടെത്തണം ശിക്ഷിച്ചതുമുള്ള വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാനാകില്ല. കനത്ത തിരിച്ചടി തന്നെയാണ് ആന്റണി രാജുവിന് ഉണ്ടായിരിക്കുന്നത്. അനു, തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ മുൻപോട്ടേക്ക് പോവുകയായിരുന്നു. എന്നാണെങ്കിലും ഇത്തരമൊരു അയോഗ്യത വരുമ്പോൾ ഇനി അങ്ങോട്ട് ഒരു രീതിയിലും പ്രതീക്ഷിക്കേണ്ടതില്ല അടുത്ത തെരഞ്ഞെടുപ്പ് എന്നുള്ള സന്ദേശം പറഞ്ഞു വെച്ചുകൊണ്ടുള്ള തിരിച്ചടിയല്ലേ ഈ ലഭിക്കുന്നത്? ഇതാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് മത്സരിക്കാനാകില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി അടക്കം ഒരു അനുകൂല വിധി ഉണ്ടാകണം. പക്ഷെ അതിനൊക്കെ സമയമെടുക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം കോടതിയിലേക്ക് ഒരു കേസുമായി പോയി, ഹർജിയുമായി പോയി അതിലൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നിലവിൽ നെടുമങ്ങാട് കോടതി വിധിച്ച 3 വർഷം കഠിന തടവ് എന്ന ശിക്ഷ ആന്റണി രാജു അനുഭവിക്കേണ്ടി വരും. അതായത് അതിനദ്ദേഹത്തിന് അപ്പീലൊക്കെ പോകാമെങ്കിൽ കൂടി അത് നിലനിൽക്കും. ഈ ശിക്ഷ റദ്ദാക്കണമെന്ന അദ്ദേഹത്തിന്റെ ഹർജി ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു. ആന്റണി രാജുവിനുള്ള ശിക്ഷാവിധി തുടരും. അതായത് ആന്റണി രാജുവിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുള്ള വിലക്ക് 6 വർഷത്തേക്കുള്ള വിലക്ക് നിലനിൽക്കുകയും ചെയ്യും. തീർച്ചയായും അനു, അയോഗ്യനായി ആന്റണി രാജു തുടരും.